ഹലോ എല്ലാവരും, ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുതിരപ്രഥമനാണ്. അതിനായിട്ട് നമ്മളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം പാചകം ചെയ്യുമ്പോൾ ഇത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇനി നമുക്ക് അതിലേക്ക് പോകാം. ഇതിലേക്ക് ഞാൻ 1/4 കിലോ മുതിരയാണ് എടുത്തിരിക്കുന്നത്. ചില മുതിരയ്ക്ക് നല്ല വേവ് കുറവുണ്ട്, ചില മുതിരയ്ക്ക് നല്ല വേവാണ്. ഇത് ഞാൻ 4 വിസിൽ കേൾക്കുന്നവരെ കുക്കറിൽ അടിച്ചിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് തേങ്ങാപ്പാൽ 2-ാം പാലിൽ വേവിച്ചെടുക്കാം. 1/4 കിലോയാണ് ഞാൻ അതിലോട്ടിടുക. വേവിച്ചപ്പോൾ ഉള്ള അതിൻ്റെ ബാലൻസ്, അതിൻ്റെ വെള്ളമാണ്. അതിലേക്ക് 2-ാം പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നല്ല ഒരു മുറി വലിയ പച്ചത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2-ാം പാലാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ മുതിര ഞാൻ തലേന്നെടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഈ 4 വിസിൽ കേൾക്കുന്നവരെ അടിച്ചിട്ടുള്ളത്. അത് വെന്ത് വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. മുതിര 2-ാം പാലിൽ നല്ല പാകമായിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 300 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുകയാണ്. അത് ചേർത്ത് കൊടുക്കുക. പാനിയാക്കി വെച്ച ശർക്കരയാണ്. ഇച്ചിരി 300 ഗ്രാം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/4 കിലോയ്ക്ക് 1/4 കിലോ മതിയെങ്കിൽ 1/4 കിലോ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. വരുമ്പോഴേക്കും നമ്മൾ 50 ഗ്രാം ചവ്വരി ഞാൻ വേവിച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കുവാണ്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേന് 1 ഗ്ലാസ് പശുവിൻ പാൽ കാച്ചി എടുത്തതാണ്, അതൊഴിച്ചു കൊടുക്കുവാണ്. പച്ചയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാച്ചിയ പാൽ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തിളച്ചു പോകാതെ തവി ഇങ്ങനെ എപ്പോഴും ഇട്ട് കറക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പശുവിൻ പാലിൽ ഇത് പാകമായിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ എടുത്തതിൻ്റെ ഫസ്റ്റ് പാൽ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. മുതിരപ്രഥമൻ റെഡിയായിട്ടുണ്ട്. ഇത്രയും കുറുകിയാൽ മതി. ഇനി വാങ്ങി വെക്കുമ്പോൾ ഇതൊന്നുകൂടെ കുറുകും. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം കൂടെ വറുത്ത് കോരിയിടാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ്, ചുക്കുപൊടി, ഏലക്ക. വളരെ ടേസ്റ്റിയായ മുതിരപ്രഥമൻ റെഡിയായിട്ടുണ്ട്.